ഇവിടെ നോക്കി, ഇവിടെ ഈ ആ ശബരിമല കൊള്ള അതിന്റെ വാർത്തകൾ പീക്കിൽ നിൽക്കുന്ന സമയത്താണ് കേട്ടോ ഈ പറഞ്ഞ അഭിഷേക നെയ്യിലെ കൊള്ള. 13,679 പാക്കറ്റ് നെയ്യിന്റെ പണം ദേവസ്വം കൊണ്ട് എത്തിയിട്ടില്ലെന്നാണ് കണ്ടെത്തൽ. നേരത്തെ തന്നെ അവിടെ ഒരു കണക്കും മിനിറ്റ്സും ശരിയല്ലെന്ന് വ്യക്തമായതാണ്. അവിടെ ഈ പറയുന്ന എന്താണ് സേഫ്റ്റി റൂമുകളുടെ കണക്കെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് പുറത്തു വന്നാൽ നാട് ഞെട്ടാൻ പോകുന്നു. ഇന്നലെ കോടതി പറഞ്ഞത് കേൾക്കാമോ? ഒന്നോട് എന്തോ സൗണ്ട് വരുന്നുണ്ടേ, പറഞ്ഞോളൂ. പറഞ്ഞോളൂ ശ്യാമ, കേൾക്കാവോ? ഞാൻ പറഞ്ഞത് 13,679 പാക്കറ്റ് ആടിയ നെയ്യ് എന്ന് പറഞ്ഞാൽ അഭിഷേകം കഴിഞ്ഞ നെയ്യ്, അതിൽ പോലും ഉടായ്പ കാണിക്കുകയാണ്. ആ പണം ദേവസ്വം അക്കൗണ്ടിൽ എത്തിയിട്ടെന്ന് പറയുന്നത്. ഒരു 64 ചില്ലുവാൻ രൂപ കയ്യിൽ മാറ്റി നൈസായിട്ട് വെച്ച ഒരു പോറ്റിയെ പുറത്താക്കിയിട്ടുണ്ട്. അയാൾ മാത്രമല്ല, ഒരു സംഘമില്ലാതെ ഈ കൊള്ള നടത്താൻ പറ്റും. എപ്പോഴാണിത്? ഇത് നമ്മുടെ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള വാർത്തകൾ അങ്ങ് അന്തരീക്ഷത്തിൽ ചൂട് പിടിച്ച് SIT എന്ന് നിൽക്കുന്ന സമയത്ത് പോലും അവിടെ ഈ പറഞ്ഞ ഉടായ്പ കാണിക്കാൻ ധൈര്യം കാണിച്ചെങ്കിൽ അവിടെ താഴെ സ്വാമി അയ്യപ്പൻ ഫ്യൂൽസ് പെട്രോൾ പമ്പുണ്ട്. അവിടുത്തെ ക്രമക്കേടിനെ പറ്റി ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന ആ ഉത്തരവിൽ പറയുന്നുണ്ട്. ഇതൊന്നും ഒരാൾ നടത്തുന്നതല്ല, ഒരു സംഘങ്ങൾ നടത്തുന്നതാണ്. ആ സംഘത്തിൽപ്പെട്ട ഒരാളാണ് തന്ത്രി എന്ന SITക്ക് സംശയമുണ്ടെങ്കിൽ ആ തന്ത്രിയെ പിടികൂടുമ്പോൾ നിങ്ങൾക്ക് പൊള്ളൽ എന്തിനാന്നേ ശ്യാംരാജ്? ഹാഷ്മി, ഒന്ന്, ഞങ്ങൾക്ക് നിലവിൽ തന്ത്രിയാണോ മന്ത്രിയാണോ ആദ്യം പിടികൂടേണ്ടിയിരുന്നത് എന്നുള്ളതിൽ ചില സംശയങ്ങളും ചില അഭിപ്രായങ്ങളും ഉണ്ട്. രണ്ട്, ഞങ്ങൾക്ക് പൊള്ളിയതെന്ന് വെച്ചാൽ അതിന് കൃത്യമായിട്ടുള്ള ഞങ്ങൾക്ക് അഭിപ്രായമുള്ളത് കൊണ്ട് തന്നെയാണ് പൊള്ളുകയല്ല ഇത്. ഞങ്ങൾ ചില സംശയങ്ങൾ ചോദിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിൽ കൊള്ള നടത്തിയത് ഏതൊരു വ്യക്തിയാണോ അയാൾ അറസ്റ്റ് ചെയ്യപ്പെടണം, അയാൾ ശിക്ഷിക്കപ്പെടണമെന്ന് തന്നെയാണ് 100% ഞങ്ങളുടെ അഭിപ്രായം. അത് തന്ത്രിയായാലും മന്ത്രിയായാലും ആരായാലും ഞങ്ങൾക്ക് അതിനകത്ത് എതിരഭിപ്രായവും ഇല്ല. പക്ഷേ ഇതിനകത്ത് ചില സംശയങ്ങളുണ്ട്. കാരണം തിടുക്കത്തിൽപ്പെട്ടിട്ട് തന്ത്രി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഇവരുടെ തിടുക്കം കാട്ടിയോ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാഥമികമായിട്ടുള്ള സംശയം. അതിൻ്റെ ഒന്നാമത്തെ കാരണം തന്നെ ഇവർ പറയുന്ന എന്താണ്, ഈ ശബരിമലയിൽ അവിടെ ഈ തന്ത്രി ചെയ്യേണ്ടതല്ലാത്തുള്ള കാര്യങ്ങൾ, അതായത് ദേവസ്വം ബോർഡ് ചെയ്യേണ്ടിയിരുന്ന അവിടുത്തെ വസ്തുവകകളും അവിടുത്തെ സ്ഥാവര ജംഗമ വസ്തുക്കളും സംരക്ഷിക്കുന്നതിന് തന്ത്രി മൗനാനുവാദം കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് അറസ്റ്റ് ചെയ്തിരുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യം അറസ്റ്റ് ചെയ്യേണ്ടവരെ ആരാണ്? അങ്ങനെയെങ്കിൽ ഇതിന് പ്രാഥമികമായിട്ട് ഈ ശബരിമലയിലെ സ്ഥാവര ജംഗമ വസ്തുക്കൾ ആരാണ് കൈകാര്യം ചെയ്യേണ്ടത്? ആരാണ് പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്? തന്ത്രിയുടെ ജോലി എന്താണ്? ഞാൻ ചെറിയൊരു ഉദാഹരണം ചോദിക്കാം. ഇപ്പോൾ പറയണം, നമ്മൾ ഒരു ആഴി ഒഴിയുന്നു, അല്ലെങ്കിൽ നമ്മൾ തിരി കത്തിച്ചിട്ട് നമുക്ക് ഒരാൾക്ക് ചുറ്റും ഇങ്ങനെ ആഴി ഒഴിയുന്നു. അത് എത്ര തവണ ഒഴിയണം എന്നുള്ളൊരു സിമ്പിളായിട്ടൊരു ചോദ്യം ചോദിക്കുകയാണ്. അതിന് ഉത്തരം പറയേണ്ടത് തന്ത്രിയാണോ ദേവസ്വം പ്രസിഡന്റാണോ? തന്ത്രിയാണല്ലോ. അങ്ങനെ തന്ത്രി ചെയ്യേണ്ട ജോലി എന്താ? അവിടെ ആചാരവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. മറുവശത്ത് ശബരിമലയിലെ കോടാനുകോടി വരുന്ന സ്വത്തുക്കളും വസ്തുവകകളും സംരക്ഷിക്കേണ്ടത് ആരാണ്? ദേവസ്വം ബോർഡാണ്. ആ ദേവസ്വം ബോർഡിന്റെ ആളുകൾ, പ്രത്യേകിച്ച് N പ്രശാന്തിനെ പോലുള്ള ആളുകൾ, N പ്രശാന്ത് എന്താ അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? ഇവിടെ 2025 ശബരിമലയിലെ അവിടുത്തെ സ്വർണ്ണപ്പാളികൾ 2019 സമമായിട്ട് തന്നെ ദേവസ്വം മാനുവലിന് വിരുദ്ധമായിട്ട് ചെന്നൈക്ക് കൊടുത്തുവിട്ട പ്രശാന്ത് എങ്ങനെയാണ് പുറത്തു കിടക്കുന്നത്? ഇവർ തന്ത്രിയുടെ മേലെ ആരോപിച്ചിട്ടുള്ളത് സ്വർണ്ണക്കൊള്ളയ്ക്ക് മൗനാനുവാദം നടത്തി എന്നിട്ടുള്ളതാണെങ്കിൽ, അല്ല ശ്യാംരാജ്, ഇവിടെ ഒരാൾ അറസ്റ്റിലായില്ല എന്നതിന് വേറൊരാൾ അറസ്റ്റിലായ തെറ്റാണെന്ന് അർത്ഥമുണ്ടോ? ശ്യാമനെ, തന്ത്രി എന്ന് പറയുന്ന ആൾ കേവലം തന്ത്രി എന്ന് പറയുന്ന രാഹുൽ ഈശ്വർ പറയുന്ന പോലെ കേവലം പൂവും ഈ പറഞ്ഞ പൂജാദ്രവ്യങ്ങൾ മാത്രം എന്താണ് വാങ്ങാൻ ഉത്തരവാദിത്തമുള്ള ആൾ മാത്രമല്ല, അവിടുത്തെ വിശ്വാസങ്ങളെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്തമുള്ള ആളാണ്. അവിടുത്തെ വിശ്വാസം എന്താണ്? ആ ശ്രീകോവിലാണ്. ആ ശ്രീകോവിൽ എന്തെങ്കിലും ആരെങ്കിലും അള്ളിക്കൊണ്ടു പോയാൽ അതിൽ അക്കാലത്ത് ഈ പറയുന്ന പോറ്റി ആ സമയത്ത് മൊത്തം കൂടെ ഉണ്ടെങ്കിൽ പുള്ളി കമാന്നൊരു വാക്കോട് എതിർപ്പറിച്ചെങ്കിൽ അയാൾ കുറ്റവാളിയാണ് ശ്യാംരാജ്. നിങ്ങളോട് വീട്ടോട്ട് പോകണം. അതിലോട്ടാണ് ഞാൻ വരുന്നത്. അവിടെയാണ് പ്രശ്നം എന്ന് പറയുന്നത്. അത് ഇദ്ദേഹം അറിഞ്ഞിരുന്നോ? ഒന്നാമത്തെ കാര്യം, ഇദ്ദേഹം അറിഞ്ഞിരുന്നു, തന്ത്രി അറിഞ്ഞിരുന്നു എന്നുള്ള ആരോപണമാണ്. രണ്ടാമത്, ആരാണെന്ന് ഇത് അഴിച്ചുകൊണ്ട് പോയത്? ഇവിടെ അഴിച്ചുകൊണ്ട് പോയവർ പുറത്തും അഴിച്ചുകൊണ്ട് പോകുന്നതിന് മൗനാനുവാദം കൊടുത്തുവെന്ന് നിങ്ങൾ ആരോപിക്കുന്നയാൾ അകത്തും പോകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം. ഞാൻ വീണ്ടും പറയുന്നു, കുറ്റം ചെയ്തവർ, തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടട്ടെ, ജയിലറുകൾക്ക് ഉള്ളിലായിക്കൊള്ളട്ടെ. വളരെ സിമ്പിളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്ക്. എന്തുകൊണ്ട് ആ കുറ്റം ചെയ്ത ആളുകൾ പുറത്തു നിൽക്കുന്നു? ഇപ്പൊ ശങ്കരദാസ് എന്ന് പറയുന്ന ഇവർക്ക് വളരെ വേണ്ടപ്പെട്ട ആളായിട്ടുള്ള കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ പിതാവായിട്ടുള്ള പിണറായി വിജയന് വിശ്വസ്തനായിട്ടുള്ള ആള് ഇതേ ദേവസ്വം ബോർഡ് അംഗമായിരുന്നില്ലേ? അദ്ദേഹം എന്താ ഇപ്പൊ പുറത്തായത്? ഇവിടെ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി എന്താ പറഞ്ഞ്? അദ്ദേഹം അടക്കമുള്ള ദേവസ്വം അംഗങ്ങൾക്ക് ഇതിനകത്ത് പങ്കുണ്ട്, ഈ സ്വർണ്ണക്കൊള്ളയിൽ പങ്കില്ലേ എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ചോദിച്ചപ്പോൾ അതിനെതിരെ സുപ്രീം കോടതി പോയിട്ട് അവിടുന്ന് നല്ല തല്ല് മേടിച്ചിട്ട് തിരിച്ചു വന്നില്ലേ? എന്താ അറസ്റ്റ് ചെയ്യപ്പെടാത്തത്? സുപ്രീം കോടതി എന്താ വെച്ചത്? ദൈവങ്ങളെ പോലും നിങ്ങൾ വെറുതെ വിടുന്നില്ലെന്നോ? അങ്ങനെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയും ഹൈക്കോടതിയും പറഞ്ഞ ഒരാള് പുറത്ത് നിൽക്കുക. അതായത് സാങ്കേതികമായിട്ട് നിയമപരമായിട്ട് നിലവിലെ നമ്മുടെ ശബരിമലയിലെ മാനുവൽ അനുസരിച്ചിട്ടുള്ള നിയമപരമായിട്ട് ആ സ്വത്തുക്കൾ സംരക്ഷിക്കേണ്ട ആളുകൾ തന്നെ കൊള്ള ചെയ്തു. ആ കൊള്ള ചെയ്ത ആളുകൾ കൊള്ളയ്ക്ക് വാജിവാഹനം തന്ത്രിയുടെ വീട്ടിൽ പോയിരുന്നതിലും BJPക്ക് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല അല്ലേ ശ്യാംരാജ്? അത് ഞങ്ങൾക്ക് അതിനകത്തൊരു സംശയമുണ്ട്. വാജിവാഹനം ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ടുകളും വാർത്തകളും അനുസരിച്ചിട്ട് തന്ത്രിക്ക് കൊണ്ടുപോകാമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത് മാനുവൽ അനുസരിച്ചിട്ട് മനസ്സിലാവേണ്ട കാര്യമാണ്.
ഞങ്ങൾ ദേവസ്വം ഭരിച്ചിട്ടില്ലല്ലോ. മാനുവൽ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ വീട്ടിൽ വെക്കാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം വെക്കുക. ഇനി വെക്കാൻ പറ്റില്ലേ, വെക്കാൻ വേണ്ടിയിട്ട് പാടില്ല, വീട്ടിലോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് ഞാൻ പറഞ്ഞ ആ വാചകം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന 117 ഗ്രാം ലോകത്തിൽ പൊതിഞ്ഞ സ്വർണ്ണത്തിൽ പൊതിഞ്ഞ അതിന്റെ വസ്തുമൂല്യം, അതിനപ്പുറം അതിന്റെ കോടാനുകൂടി വിശ്വാസമൂല്യമുള്ള ആ വാജുവാഹനം ഒറിജിനലാണോ, അതോ ഈ പറയുന്ന പോലെ പുറത്തേതോ തെലങ്കാന വ്യവസായിക്ക് വിറ്റ് കാശുണ്ടാക്കി തുടങ്ങിയ ആരോപണങ്ങളോ, ഇത്തരം ആരോപണങ്ങളൊന്നും അല്ല ശ്യാമരാജന് ബിജെപിക്കോ ഇല്ല. അതൊക്കെ വളരെ അങ്ങനെ പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതിനെന്താ ഹാഷ്മി സംശയിക്കുന്നത്? അങ്ങനെ ശബരിമലയിലെ ഭഗവാന്റെ 1 ഗ്രാം പോയിട്ട് ഒരു പൂ, ഒരു ചെറിയൊരു ഒരു ആണി കഷ്ണം പോലെ ശബരിമലയിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് പാടില്ല. അതൊന്നുമല്ല ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഇപ്പൊ കിട്ടിയല്ലേ. ഇപ്പൊ തന്ത്രിയുടെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി പിടിച്ചെടുത്തു നിങ്ങളടക്കമുള്ള മാധ്യമങ്ങൾ പറഞ്ഞല്ലോ, കണ്ടെടുത്തു നിങ്ങളടക്കമുള്ള എന്ന് പറഞ്ഞാൽ ഇല്ല, ഗോവർദ്ധനന്റെ ആ എന്താ ഉടായ്പ ചൊല്ലുന്ന റൊദ്ധം, ആ റൊദ്ധത്തിൽ നിന്ന് എത്ര സ്വർണ്ണം കണ്ടുപിടിച്ചായിരുന്നു? അത് തൊണ്ടിയാണെന്ന് CPM നേതാക്കൾ കുറച്ചാൾ വാദിച്ചായിരുന്നു ശ്രീ ശ്യാമരാജ്. അങ്ങനെയാണെങ്കിൽ കിട്ടിയില്ലേ എന്ന് അത് വാദിക്കാമല്ലോ. അല്ല ഞങ്ങൾ അതിനാരെയും ന്യായീകരിക്കുന്നു, ഞങ്ങൾ ആരും പിന്തുണയ്ക്കുന്നില്ല. ആണെങ്കിൽ അറസ്റ്റ് കിട്ടുന്നേ, ആണെങ്കിൽ കോടതിയിൽ ജയിലിൽ കിടന്നുകൊള്ളട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിട്ട് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് ശബരിമല വളരെ സ്മൂത്തായിട്ട് അവിടെ വേണ്ട രീതിയിൽ നടത്തപ്പെടണം. അതിനകത്ത് കഴിഞ്ഞ 10-30 വർഷമായിട്ട് നടന്നിട്ടുള്ള എല്ലാ കൊള്ളകളും, നിങ്ങളിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യത്തിൻ്റെ തുടക്കത്തിൽ പോലെയുള്ള എല്ലാ കൊള്ളകളും അവിടെ അന്വേഷിക്കപ്പെടുക തന്നെ വേണം. അതിനകത്ത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ? പ്രാഥമികമായിട്ട് ജയിലിലാക്കപ്പെടേണ്ടവർ ജയിലിലാക്കപ്പെട്ടിട്ടില്ലെന്നേ. ഒരു തിടുക്കം കാട്ടി തന്ത്രിയെ അറസ്റ്റ് ചെയ്യുകയും മറുവശത്ത് ജയിലിലാകേണ്ടവർ ആവുകയും ചെയ്യുന്നില്ല. അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് പറയുന്നത്. അതിനൊരു മാറ്റം വരുത്തട്ടെ, മുഴുവൻ ആളുകളും അറസ്റ്റ് ചെയ്യപ്പെടട്ടെ. അത് ഉറപ്പായും യുക്തിയുള്ള സംശയമാണ്. കാര്യം എൻ പ്രശാന്തിന്റെ പേരൊക്കെ കോടതി ഉത്തരവിൽ എഴുതി വെച്ചിരിക്കുക. എൻ പ്രശാന്തിന്റെ പേര് കോടതി ഇടക്കാല ഉത്തരവിൽ നീർക്കുന്ന എഴുതി വെച്ചിരിക്കുക. പേരല്ല ഈ പറഞ്ഞ 24-25 ദേവസ്വം ബോർഡ് അധ്യക്ഷൻ എന്നൊക്കെ. അപ്പോ അദ്ദേഹത്തിന് ഒരു പ്രശ്നമില്ലാതിരിക്കുകയും മൗനാനുവാദം നൽകിയ ആൾ തുടങ്ങുകയും ചെയ്യുന്നത് നിങ്ങൾ പറയുന്ന യുക്തിപരമായ പ്രശ്നങ്ങളുണ്ട്, ഓഫ്കോഴ്സ് ഉണ്ട്. ഈ ശങ്കർദാസിന്റെ കാര്യം മാത്രം നിങ്ങൾ ആലോചിച്ച് നോക്കുന്നു. അല്ല, ശങ്കർദാസിന്റെ കാര്യം അല്ല ശരി, അത് കോടതി അങ്ങനെ പറഞ്ഞു. പക്ഷെ ശങ്കർദാസിന്റെ ആരോഗ്യാവസ്ഥയെ പറ്റി ചില വിവരങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്കറിയില്ല അങ്ങേയറ്റത്തെ ആരോഗ്യാവസ്ഥ പ്രശ്നമൊക്കെ ഉള്ള ആളാണെങ്കിൽ അതാണോ കാരണം നമുക്കറിയില്ല. പക്ഷെ വിജയകുമാർ അങ്ങോട്ട് കീഴടങ്ങി. അല്ല അതെന്തിനാ? അപ്പൊ തന്ത്രി ICU-ലായിരുന്നല്ലോ. തന്ത്രി അറസ്റ്റിലായതിനു ശേഷം ICU-ലല്ലേ? പക്ഷാഘാതം വന്ന ഒരാൾ ആശുപത്രിയിൽ കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അതെനിക്കറിയില്ല. അത് നമുക്ക് നോക്കാം. നമുക്കറിയാൻ കഴിയുന്ന കാര്യം ശങ്കരദാസിന്റെ ആരോഗ്യാവസ്ഥ അങ്ങേറ്റം മോശമാണ്. അദ്ദേഹം ആശുപത്രിയിൽ അഡ്മിറ്റ് ആണ്. അപ്പൊ അങ്ങനെ ഒരാളെ പോയി അറസ്റ്റ് ചെയ്യലൊക്കെ ഇനി ആ ഒരു മാനുഷിക പരിഗണന ഉണ്ടോ എന്ന് അറിയില്ല. മാത്രമല്ല ഇത്തരം കുറ്റകൃത്യങ്ങൾ മാനുഷിക പരിഗണന കൊടുക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. പോട്ടെ, നമുക്ക് നോക്കാം. അത് വരുന്ന ദിവസം നമുക്ക് നോക്കാം. ഞാൻ ന്യായീകരിക്കല്ല. അങ്ങനെ പോകല്ലേ. ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ നാട്ടിലെ കുറ്റം ചെയ്തിട്ടുള്ള ഒരാളെ അദ്ദേഹത്തിന്റെ ആരോഗ്യനില മോശമാണെന്നും പറഞ്ഞിട്ട് അറസ്റ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടി വകുപ്പുണ്ടോ? അല്ല, അങ്ങനെ വകുപ്പില്ല. ഞാൻ പറഞ്ഞ അങ്ങനെ മാനുഷിക പരിഗണന പോലീസ് കൊടുക്കുന്നുണ്ടോ എനിക്കറിയില്ല. ആ മാനുഷിക പരിഗണന എന്തിനു മറുവശത്ത് തന്ത്രിക്ക് കൊടുത്തില്ല? നിയമം എല്ലാവർക്കും ഒരേപോലെ തന്ത്രി അറസ്റ്റ് ചെയ്തിട്ട് പോയ ശേഷമാണ് തന്ത്രിക്ക് പ്രശ്നം ഉണ്ടാവുന്നത്. അല്ല, തന്ത്രി ICU അറസ്റ്റ് ചെയ്തതല്ല. നിങ്ങൾ തന്ത്രിയെ ന്യായീകരിക്കുന്ന വ്യഗ്രതയിൽ എന്തും പറയല്ലേ? നിങ്ങൾ തന്ത്രിയെ ന്യായീകരിക്കുന്ന വ്യഗ്രതയിൽ എന്തും പറയല്ലേ? ഞാൻ ആരെയും ന്യായീകരിച്ചില്ലെന്നേ. തന്ത്രി ന്യായീകരിക്കുന്നത് എന്താ പറയുന്നത്? ഞങ്ങൾ ആരെ ഇല്ലെന്ന് ഞാൻ പറയുന്നത് രണ്ട് നീതിയാണ് എന്റെ പ്രശ്നം. പറയട്ടെ, അദ്ദേഹത്തെ അല്ല നിക്ക്, അത് പക്ഷാഘാതം വന്ന ആശുപത്രിയിൽ കിടക്കുന്ന ഒരാളെയും അറസ്റ്റ് ചെയ്ത് എന്തോ BP കൂടി ദേഹാസ്വാസ്ഥ്യമുണ്ടായ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്ത ആളെയും ഒരുപോലെ പറയുന്നത് എങ്ങനെയാ ശ്യാമരാജ്? പിന്നെ ജയരാജന് ചങ്കിനുവേനെ നിങ്ങൾക്ക് ഓർമ്മയില്ലേ? കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്കാണോ ചങ്കിനുവേനെ അഭിനയിക്കാൻ വേണ്ടി പറ്റാത്തത്? നിക്ക് പോവല്ലേ, അങ്ങനെ പോവല്ലെന്ന്. ഇത് ഈ 2 പേർക്കും ഇരട്ട നീതി പാടില്ല. അറസ്റ്റ് ചെയ്തോ, 2 പേരെ അറസ്റ്റ് ചെയ്യില്ല. അത് വ്യക്തമല്ല. ഞാൻ പറഞ്ഞു, ഇനി ശങ്കരദാസൻ ആരോഗ്യ പ്രശ്നമാണെങ്കിൽ വിജയകുമാർ എന്ന് പറഞ്ഞ മറ്റൊരാളുണ്ടായിരുന്നു. വിജയകുമാറിനെ പോലീസ് അങ്ങോട്ട് അറസ്റ്റ് ചെയ്യാറുന്നില്ല. വിജയകുമാർ ഇങ്ങോട്ട് വന്ന് പറയായിരുന്നു. എനിക്ക് ആകെ ടെൻഷനാണ്, എനിക്ക് വീട്ടിൽ കിടന്ന് ഉറങ്ങാൻ പറ്റുന്നില്ല, അങ്ങോട്ട് വരികയായിരുന്നു. അതിൽ പറയും, എന്തൊരു മഹാനായ മനുഷ്യനാണ്. അത് ശരി, 2-3 പേര് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും പത്മകുമാറും ശങ്കർദാസും വിജയകുമാറും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 3 പേര് അറസ്റ്റ് ചെയ്യേണ്ട, ഏതെങ്കിലും ഒരാൾ പോയാൽ മതിയോ? മാത്രമല്ല വിജയകുമാർ അങ്ങോട്ട് പിടിക്കാതല്ലോ, വിജയകുമാർ അങ്ങോട്ട് കീഴടങ്ങായിരുന്നു. എനിക്ക് സമാധാനമില്ല. നമുക്ക് നോക്കാം ബാക്കി അറസ്റ്റുകൾ എന്തൊക്കെ ഉണ്ടാകും നോക്കാം. ശങ്കർദാസിന്റെ കാര്യത്തിൽ SIT പറയാൻ എന്താ നമുക്ക് നോക്കാം. ഓക്കെ, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.